ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ടെക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വാട്സാപ്പിൻ്റെ പുതിയ അപ്ഡേഷനെ പറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ എന്ന് പറയുമ്പം അടുപ്പിച്ച് കുറേ അപ്ഡേഷൻ നമുക്ക് വന്നായിരുന്നു വാട്സാപ്പിൽ. അതായത് ഫസ്റ്റ് 15 സെക്കൻഡിലോട്ട് അവർ ഈ ഒരു സ്റ്റാറ്റസ് മാറ്റി. പിന്നീട് നമ്മളെ ഓരോരുത്തരുടെയും റെക്കമെൻഡേഷൻ, അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവർ പിന്നീട് 30 സെക്കൻഡിലേക്ക് പിന്നെയും മാറ്റി. പിന്നെ അതിനുശേഷം അവർ പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കും. എനിക്ക് തോന്നുന്നത് ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരിക്കും ആദ്യം ലേറ്റസ്റ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പം ആനിമേറ്റഡ് ആയിട്ട് ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ചിലപ്പോൾ വല്ലവരൊക്കെ മെയ്ഡ് ചെയ്തതായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ഇത് എങ്ങനെ മെയ്ഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് മെയ്ഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും വിതൗട്ട് നോ മോർ ഡിലേസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നമുക്ക് മാറ്റേണ്ട ഫയൽ ഏതാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ലോഗോ തന്നെയാണ് വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും വീഡിയോ ഞാനിപ്പോൾ കാണിക്കേണ്ട ആവശ്യമുള്ള ലോഗോ ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കത് നിങ്ങളുടെ എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്കതൊരു ഫോൾഡറിലേക്കോ അല്ലെങ്കിൽ വേറൊരു പ്ലേസ്മെൻറ്റിലേക്കോ മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പ്ലേസ്മെൻറ്റിലായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഈ സൈറ്റിൻ്റെ പേര് EZGIF എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. .com എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോർമാറ്റ്സ്, അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ വഴി തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പാണ്. നമുക്ക് ഇവിടെ തന്നെ കുറേ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇപ്പോൾ റീസൈസ് ആണെങ്കിലും ക്രോപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇപ്പോൾ ജിഫിലേക്ക് മാറ്റാണെങ്കിലും എല്ലാം ഇവിടെ തന്നെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വേറൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈറ്റ് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വീഡിയോ ടു ജിഫിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യണം. വീഡിയോ ടു ജിഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം നിങ്ങൾ ഫസ്റ്റ്. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ ഇപ്പോൾ നമുക്കൊരു ആനിമേഷൻ സ്റ്റിക്കറിലേക്ക് മാറ്റാനായിരിക്കുള്ളൂ. അതിനുശേഷം ആ ഒരു ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ അപ്ലോഡ് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്. അതിന് മുമ്പ് ഇവിടെ ഒരു ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഞാൻ അതിനകത്ത് ഫയൽസ് സെലക്ട് ചെയ്തു. അതിനകത്ത് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ലോഗോ ആണ് ഇപ്പം കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ആ ഒരു ലോഗോ ക്ലിക്ക് ചെയ്തു, അപ്ലോഡ് വീഡിയോ കൊടുത്തു. അപ്ലോഡ് വീഡിയോ കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറേ ഒരു ഓപ്ഷൻസ് വരും. ഒരുപാട് പ്ലേസ്മെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പ്ലേസ്മെൻറ്റ് ചേഞ്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ചുമ്മാ അങ്ങോട്ട് മൂവ് ചെയ്തു. അതിൻ്റെ ഏറ്റവും അടിയിൽ വരുമ്പോഴേക്കും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും അടിയിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, മേക്ക് ടു ജിഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, മേക്ക് ടു ജിഫിലേക്ക് ആക്കുക നമ്മൾ. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണിച്ചു തരുന്നതാണ്. മേക്ക് ടു ജിഫിലേക്ക് ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ള പ്രിവ്യൂ അവർ കാണിച്ചു തരും. അതിനുശേഷം സെക്കൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റീസൈസ് ആക്കുക നമ്മുടെ ഫയൽ. ഇപ്പോൾ ഇത്രയും വേണമെങ്കിൽ നമുക്ക് റീസൈസ് ചെയ്യാം. റീസൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിയിൽ രണ്ട് ഓപ്ഷൻസ് വരും. വിഡ്ത്തും ഹൈറ്റും കൊടുക്കാൻ പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് വിഡ്ത്ത് ഞാൻ 510 എന്നും 510 എന്നും ഹൈറ്റും 510 എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ റീസൈസ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. റീസൈസ് ഇമേജ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ അതിൻ്റെ പ്രിവ്യൂ കാണിക്കും. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ ഇത് കറക്റ്റായിട്ട് കട്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇവിടെ തന്നെ പിന്നെയും ഇവിടെ നമുക്ക് വിഡ്ത്ത് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ റീസൈസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ അത് കറക്റ്റായിട്ട് വരുന്നതാണ്, തന്നെ പ്ലേസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ WEBP എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോഴേക്കും അതിനായിട്ട് ചെയ്യേണ്ടത് കൺവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിൽക്കുക. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് കൺവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് കുറേ ഓപ്ഷൻസ് വരും. ഞാനിപ്പോൾ ഇവിടെ WEBPയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആനിമേഷൻ സ്റ്റിക്കറിലോട്ട് കൺവേർഷൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മൾ WEBP എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ കൺവേർട്ട് ടു WEBP എന്ന് പറയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ കാണിച്ചു തരും. ഇതായിരിക്കും എന്ന് കാണിച്ചു തന്നു. അതിനുശേഷം ഇവിടെ സൈഡിലായിട്ട് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താലും നമ്മൾ അത് ഫയലിലേക്ക് ഡൗൺലോഡ് ആകത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കോപ്പി ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. കോപ്പി ടു ഞാനിപ്പോൾ ഒരു SD കാർഡിൽ ഞാനൊരു സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്ക് ഞാൻ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണിത്. അപ്പോൾ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ്
ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുക. ഇതിന് നമ്മൾ ഫയൽ ഓപ്പൺ ആക്കുക. നമ്മുടെ മൈ ഫയൽസ് ഓപ്പൺ ആക്കുക. മൈ ഫയൽസ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ മൈ ഫയൽ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാം. നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ട് വാട്സപ്പിൽ ലാസ്റ്റായിട്ട് ഒരാൾക്കൊരു ഇത് വിടുക, ഏതെങ്കിലും ഒരു സ്റ്റിക്കർ വിടുക. ഞാൻ ജസ്റ്റ് ഈ ഒരു സ്റ്റിക്കർ വിട്ടു. ഇപ്പം ഈ ഒരു സ്റ്റിക്കർ ഇപ്പോൾ വിടുകയാണ്. അപ്പോൾ അയാൾക്കൊരു സ്റ്റിക്കർ വിട്ടു. അതിന് ശേഷം മൈ ഫയൽ ഓപ്പൺ ആക്കുക. മൈ ഫയൽ ഓപ്പൺ ആക്കിയതിന് ശേഷം വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പിൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, വാട്സപ്പ് സ്റ്റിക്കർ. അതിനകത്ത് ഇപ്പോൾ വിട്ട എല്ലാം വരും. ഞാൻ ഏറ്റവും അടിയിലായിരിക്കും ലാസ്റ്റ് വിട്ടത് വരുന്നത് എന്നാണ് ഒരു ഇത്. നോക്കാം, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇല്ല, ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിട്ടതാണ്. എനിക്ക് അറിയാം എവിടെ കിടക്കുന്നതെന്നും അറിയാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതാരാ വിട്ടതെന്നറിയാമെങ്കിൽ ഈ ഒരു ഇത് നിങ്ങൾ കോപ്പി ചെയ്യുക. ഈ ഒരു സ്റ്റിക്കർ കോപ്പി ചെയ്തതിന് ശേഷം കോപ്പിയോ അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ മറ്റേ സ്റ്റിക്കർ പേസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റീനെയിം നിൽക്കുക. എന്നിട്ട് അതിൻ്റെ ഫുൾ നെയിം കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫോർമാറ്റ് PNGയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ PNGയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, PNGയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അത് PNGയിലോട്ടായി. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ റീനെയിം പിന്നെയും ചെയ്യുക. റീനെയിം ചെയ്തതിന് ശേഷം അതിൻ്റെ നെയിം നമ്മൾ ഇതിന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നെയിം ഇതിനായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതും തിരിച്ച് മൂവ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് തന്നെ കൊണ്ടിടുക. ആ വാട്സപ്പിൻ്റെ സ്റ്റിക്കറിലേക്ക് തന്നെ കൊണ്ടിടുക. പേസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ ആപ്പ് ഇൻഫോം എടുക്കുക. ആപ്പ് ഇൻഫോം എടുത്തതിന് ശേഷം ക്ലിയർ ക്യാഷ് ചെയ്യുക. ക്ലിയർ ക്യാഷും ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫോഴ്സ് സ്റ്റോപ്പും കൊടുക്കുക. ഓക്കെ, ഫോഴ്സ് സ്റ്റോപ്പ് കൊടുത്തതിന് ശേഷം പിന്നീട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം അത് ആരാ വിട്ടത് എന്ന് നോക്കുക. കണ്ടോ, ഇപ്പോൾ ഇയാൾ വിട്ടൊരു ഇതിലേക്ക് ഞാനിപ്പോൾ മെയ്ഡ് ചെയ്ത് അതിലേക്ക് കൺവേർട്ട് ആയിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ മെയ്ഡ് ചെയ്തത് കേട്ടോ. ഇത് നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട. ഇത് ഞാൻ നേരത്തെ മെയ്ഡ് ചെയ്തത്. നിങ്ങളുടെ സൈസ് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഇവിടെ ചെറിയ സൈസാണ്. ഇപ്പം മെയ്ഡ് ചെയ്ത സൈസാണിത്. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കയറി ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മെയ്ഡ് ചെയ്തതാണ്. ഇതിപ്പോൾ മെയ്ഡ് ചെയ്തതും ലാസ്റ്റ് മെയ്ഡ് ചെയ്തതാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാനിന്ന് മെയ്ഡ് ചെയ്ത ഈ ആനിമേറ്റഡ് സ്റ്റിക്കർ, അതായത് ഇപ്പം ഞാൻ എൻ്റെ ലോഗോ ആണ് ഞാനിന്ന് ആനിമേറ്റഡ് സ്റ്റിക്കറായിട്ട് മെയ്ഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ല അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഈസിയസ്റ്റ് വേ ആണ്. ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട, നിങ്ങൾ മെമ്മറി ഒന്നും കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ മെമ്മറിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള മെത്തേഡാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇനി ഞാൻ പറഞ്ഞതിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കളയാം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ BG ബാക്ക്ഗ്രൗണ്ട് ഇറേസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്. BG ഇറേസ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ഫസ്റ്റ് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞതിന് ശേഷം ഈ സെയിം പ്രോസസ്സ് തന്നെ പിന്നെ ചെയ്താൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞും ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് സംബന്ധിച്ച് എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും എൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ മെയ്ഡ് ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ചെയ്തു തരാൻ വേണമെങ്കിൽ നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത് സംബന്ധിച്ചല്ല ഞാൻ ചെയ്യുന്ന ഏതൊരു വീഡിയോനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി മെസ്സേജ് ചെയ്യാം. ഞാൻ എല്ലാ മെസ്സേജസിനും റിപ്ലൈ തരുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്നിലും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ കമൻറ്റിന് റിപ്ലൈ തരുന്നതാണ്.
അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ്. അതിൽ ബൈ ബൈ.